ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അച്ഛാ, അർച്ചനടുത്തേക്ക് സച്ചേട്ടനും വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അവന്തികയോ? അവള് നിന്റെ ചേട്ടത്തിയല്ലേ? അവൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണ്ടേ? ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. മല കയറാൻ 2 സ്ത്രീകൾ എത്തിയിട്ടുണ്ട്. സ്ത്രീകളോ? സംഗതി കുഴപ്പത്തിലായല്ലോ പ്രസിഡന്റ്. ഇനിയിപ്പോ എന്താ ചെയ്യുക? കഴിഞ്ഞ കുറെ നാളുകൾക്കിടയിൽ ആദ്യമായാണ് സ്ത്രീകൾ ആരെങ്കിലും മല കയറാൻ വരുന്നത് എന്ന് കരുതി നമുക്കവരെ നിഷേധിക്കാൻ പറ്റോ? അവർക്ക് കയറാൻ പറ്റാത്ത ഇടമൊന്നുമല്ലല്ലോ ഇത്. തിരുമേനി എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? കഴിഞ്ഞ ഒരാഴ്ചയായി ആനക്കൂട്ടം കാടിറങ്ങി കാട്ടിക്കൂട്ടിയത് തിരുമേനിക്ക് അറിയില്ലേ? ആനച്ചാലിനടുത്തുകൂടിയ മുകളിലേക്കുള്ള വഴി. അതൊക്കെ ഭഗവാൻ കാത്തോളും. നിയോഗമുള്ളവർ മലകേറി വരും, ഇല്ലാത്തവർ പാതി വഴിയിൽ വീണുപോകും. ജീവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യം. പേടിക്കേണ്ട പ്രസിഡന്റ്. ഭക്തരെ കാക്കുന്നത് നമ്മുടെ ജോലിയല്ല, അത് ഭഗവാന്റെ കടമയാണ്. തിരുമേനി പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ ആ ഫോറസ്റ്റ് ഗാർഡിനെ കാട്ടാന ചവിട്ടിക്കൊന്നിട്ട് എത്ര ദിവസമായി? 2 or 3? അതിനി ആവർത്തിക്കണോ തിരുമേനി? എന്തെങ്കിലും കഠിനമായ വഴിപാടുകൾ നടത്താനല്ലാതെ സ്ത്രീകൾ ആരും മലകേറി വരാറില്ല. ഭഗവാൻ തന്നെ അവരെ കാത്തോളും. ശിവ ശിവ. അച്ഛനെന്താ ഈ സമയത്ത് പൂജാമുറിയില്? മോളെ, അവര് തിരിച്ചു വരുന്നവരെ ഞാനിവിടെ പ്രാർത്ഥനയിലിരിക്കാൻ പോവാ. ഇന്നെനിക്ക് ഒരിക്കലാ. അരിയാഹാരം ഒരു നേരം മാത്രം മതി. കൊള്ളാം, നല്ല കാര്യമായി. അച്ഛൻ ഒരിക്കലും എടുക്കാനോ? എന്തൊക്കെ മരുന്ന് അച്ഛന് കഴിക്കാനുണ്ട്? അതെങ്കിലും അച്ഛന് ഓർമ്മയുണ്ടോ? അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അച്ഛന്റെ മനസ്സിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, അത് മതി. അങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മാത്രം പോര മോളെ. പറയാനുള്ളത് ദൈവത്തോട് നേരിട്ട് പറയുക തന്നെ വേണം. ആത്മാർത്ഥമായി പറഞ്ഞാൽ മാത്രമേ ദൈവം പോലും കേൾക്കൂ. അച്ഛന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അച്ഛൻ എന്തെങ്കിലും ഒരു വിചാരമുണ്ടോ? എത്ര മരുന്നുകളാ കഴിക്കുന്നേ? അതിൽ പലതും ആന്റിബയോട്ടിക്കാ. ആഹാരം കഴിച്ചതിന് ശേഷവും അതിനു മുമ്പും കഴിക്കാനൊക്കെയുള്ള മരുന്നുകളില്ലേ അച്ഛാ? പിന്നെ എങ്ങനെയാ ഈ ഒരിക്കലും മാത്രം ആഹാരം കഴിച്ച് വ്രതം എടുക്കുന്നേ? എനിക്ക് കഴിക്കാനുള്ള മരുന്നുകളൊക്കെ അർച്ചന ഓരോ പൊതിയിലാക്കി പ്രത്യേകം വെച്ചിട്ടുണ്ട്. അതൊക്കെ സമയാസമയം ഞാൻ എടുത്ത് കഴിച്ചോളാം. അങ്ങനെ തന്നിട്ട് പോയില്ലെങ്കിലേ അച്ഛൻ ഇതൊന്നും എടുത്ത് കഴിക്കില്ല എന്നേ ഏട്ടത്തിക്ക് നല്ലതുപോലെ അറിയാം. എന്തായാലും അച്ഛൻ ആഹാരം കഴിക്കാതെ ഫുൾ ടൈം പൂജാമുറിയിലിരിക്കാൻ ഞാൻ എന്തായാലും സമ്മതിക്കില്ല. അച്ഛന്റെ കാര്യങ്ങളൊക്കെ ദൈവത്തിനറിയാം. അതല്ല മോളെ, എന്റെ മക്കള് പോയിരിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യം സാധിക്കാനാ. മല കയറി മുകളിലെത്തുന്നത് അത്ര എളുപ്പമല്ലെന്ന് ജ്യോത്സ്യം പറഞ്ഞത് ഓർമ്മയില്ലേ? അവര് മല കയറുമ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പൂജാമുറിയുടെ മുന്നിലിരിക്കും. ഈ 2 ദിവസവും ഇങ്ങനെ ഇരിക്കാനാണോ അച്ഛന്റെ പ്ലാൻ? അതെ. അവര് തിരിച്ചു വരുന്നവരെ ഞാൻ എന്റെ പ്രാർത്ഥനയിലിരിക്കും. കുളിക്കാനും മരുന്ന് കഴിക്കാനും ഭക്ഷണം കഴിക്കാനും മാത്രമേ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കൂ. അതെ, അച്ഛന് പ്രായം എത്ര ആയെന്ന വിചാരം? എന്തൊക്കെ അസുഖങ്ങൾക്കാ മരുന്ന് കഴിക്കുന്നതെന്ന് വല്ല ഓർമ്മയുണ്ടോ? ഒരു ഹാർട്ട് പേഷ്യന്റ് അച്ഛൻ, അതെങ്കിലും ഓർമ്മ വേണം. നീ അതൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞാനൊരു പേഷ്യന്റ് ആണെന്ന് നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം. പക്ഷേ എന്റെ കടമ ഞാൻ തന്നെ ചെയ്യണ്ടേ? അച്ഛാ, അർച്ചനടുത്തേക്ക് സച്ചേട്ടനും വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അവന്തികയോ? അവള് നിന്റെ ചേട്ടത്തിയല്ലേ? അവൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണ്ടേ? ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ല, അവർക്ക് വേണ്ടിയല്ലല്ലോ ഇവിടെ പൂജകൾ ആദ്യം നടത്താൻ തീരുമാനിച്ചത്.
അതിന്റെ ഇടയിലേക്ക് അവർ ഇടിച്ചു കയറി വന്നതല്ലേ. ആയിക്കോട്ടെ, എന്നാലും ഒരു നല്ല കാര്യത്തിനല്ലേ. നല്ല കാര്യത്തിനാണോ അതോ അർച്ചനയിടത്തേക്ക് പാര വെക്കാൻ കൂട്ടുപോയതാണോ എന്ന് ആർക്കറിയാം. അവരുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോ അർച്ചനയിടത്തോടുള്ള അസൂയ മൂത്തിട്ട് കൂടെ പോയതാകാനാ സാധ്യത. നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തത് പറയുന്നത്? അവളും എന്റെ മരുമകളല്ലേ. എന്റെ പ്രാർത്ഥന അവൾക്ക് വേണ്ടി കൂടിയാ. അച്ഛൻ പ്രാർത്ഥിക്കുന്നതിനൊന്നും ഒരു തെറ്റുമില്ല. ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, തിരിച്ച് നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്ത് കാര്യം? നിന്റെ ഉള്ളിൽ ഒരു ജീവനുള്ള കാര്യം. അത് നീ മറക്കുന്നു. ഈ സമയത്ത് നല്ല വിശ്രമം വേണം. എന്നേക്കാൾ ആരോഗ്യമായിട്ടിരിക്കേണ്ടത് ഇപ്പൊ നീയാ. എന്റെ ആരോഗ്യത്തിന് ഇപ്പൊ ഒരു കുഴപ്പമില്ല. എന്റെ എല്ലാ കാര്യങ്ങളും ധനുഷ് നന്നായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ അർച്ചനയിട്ടെത്തി 2 ദിവസത്തേക്ക് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടാ എടുത്തി പോയത്. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് കഴിച്ചോളാം. എന്നാ പിന്നെ നീ ചെല്ല്, ഞാൻ പ്രാർത്ഥിക്കട്ടെ. ദേ, കുറച്ച് കഴിയുമ്പോ ഞാൻ വരും. അതുവരെയുള്ള പ്രാർത്ഥനയൊക്കെ മതി. എന്റെ പ്രാർത്ഥനയുടെ സമയമൊക്കെ ഞാൻ നേരത്തെ തീരുമാനിച്ചതാ. മോള് ചെല്ല്. ഉം